ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒപ്പം ഫ്രിഡ്ജ് ക്ലീനിങ് മോട്ടിവേഷനും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഫ്രിഡ്ജ് ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറേ നാളായിട്ടോ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ നല്ലോണം അഴുക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഒരു അവസ്ഥ. തിരക്കിട്ട പണികൾക്കിടയിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരി വലിച്ച് കുത്തിച്ചൊരുക്കി വയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇപ്പോൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ പുറത്തെടുത്തിടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തിടാനാണ് പ്ലാൻ. അപ്പോൾ അതാ താഴെ വെജിറ്റബിൾ ബോക്സൊക്കെ വെക്കുന്ന ഏരിയയൊക്കെ നല്ലോണം അഴുക്കായിട്ടുണ്ട്. പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ അങ്ങനെ താഴെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തേച്ച് ഉരച്ച് കഴുകിയാലേ ഇനിയിപ്പോൾ വൃത്തിയാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിനായിട്ട് നമ്മുടെ വിനാഗിരിയും ഡിഷ് വാഷ് ലിക്വിഡും ഇല്ലേ, അതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഡിഷ് സോപ്പ് വെക്കുന്ന ഒരു കണ്ടെയ്നറിൽ കുറച്ച് സോപ്പ് ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് ആണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലുള്ളൊരു സോഫ്റ്റ് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്കിത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് പാലൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളത് ഫ്രീസറിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ ചെറിയ തണുപ്പുണ്ടാവുമല്ലോ, നമ്മൾ കഴുകി കഴിയുന്നത് വരെയും ആ ഒരു തണുപ്പിലിരുന്നോളും. പിന്നെ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത്. ഓഫ് ചെയ്താൽ മാത്രം പോരാ, അൺപ്ലഗ് ചെയ്യാനും കൂടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് വേണം നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു ട്രേ ഒക്കെ റിമൂവ് ചെയ്ത് കഴുകുന്നതിൻ്റെ വീഡിയോ ഒക്കെ മിസ്സായി പോയിട്ടോ, നിങ്ങൾ ക്ഷമിക്കുക. ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് തേച്ച് കഴുകിയതിന് ശേഷം ഞാൻ മൊത്തത്തിലൊന്ന് വൈപ്പ് ചെയ്തെടുത്തു കേട്ടോ. ഒരു നനഞ്ഞ തുണി വെച്ച് ആദ്യം തുടച്ചെടുത്തു, പിന്നെ ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ ആ ഒരു വൈറ്റ് ബോഡിയിലുള്ള മഞ്ഞ കറയൊക്കെ ഉണ്ടാവില്ലേ, പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് തട്ടിയിട്ടുണ്ടാവുന്ന ആ ഒരു കറയൊക്കെ നല്ല നീറ്റായിട്ട് ഈ ഒരു വിനെഗർ കൊണ്ട് ക്ലീൻ ആയി കിട്ടും. ഇനിയിപ്പോൾ ഇതാ ട്രേകളൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് വൈപ്പ് ചെയ്ത് വെള്ളം ഒട്ടുമില്ലാതെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കാൻ പോകുമ്പോഴും കയ്യിലൊരു ക്ലോത്ത് ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ. ഓരോ സമയത്ത് നമ്മൾ സാധനങ്ങൾ എടുക്കുകയും വെക്കുകയും ചെയ്യുമ്പം ഒന്ന് ഡ്രൈ ആക്കി തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ അധികം വൃത്തികേടാവാതിരിക്കും ഫ്രിഡ്ജ്. തുടച്ച് ഡ്രൈ ആക്കിയ ട്രേകളൊക്കെ തിരിച്ച് അതാത് സ്ഥാനത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ ബോക്സ് ഇല്ലേ, അതിലിങ്ങനെ ഡയറക്റ്റായിട്ട് ഞാൻ പച്ചക്കറികൾ ഇട്ട് കൊടുക്കുമ്പം അങ്ങനെ ഒരുപാട് അഴുക്കാവാറുണ്ട്. അതായത് പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് ഇങ്ങനെ താഴെ അടിഞ്ഞു കൂടിയിട്ട് ആ ഒരു പെട്ടി അങ്ങ് ഭയങ്കരമായിട്ട് വൃത്തികേടാവും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് വെജിറ്റബിൾസ് ഇടാമെന്ന് കരുതി. അപ്പോൾ അതാവുമ്പം ആ ഒരു വേസ്റ്റ് നമുക്ക് എളുപ്പം എടുത്ത് കളയാനും ആ ഒരു ഷീറ്റ് കഴുകിയിട്ട് വീണ്ടും യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് പച്ചക്കറികൾ ഒരു പെട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു കവറിലോ കണ്ടെയ്നറിലോ ഒക്കെ ആക്കിയിട്ട് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ അധികം അഴുക്കാവാതിരിക്കും. പച്ചമുളക്, അമരയ്ക്ക, ഇതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇതുപോലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് എടുക്കാൻ കഴിയും. അങ്ങനെ വാരി വെതറി ഇടുന്നതിനേക്കാളും അതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ ഡ്രൈ ആക്കിയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവും. പിന്നെ തക്കാളിയും മല്ലിയിലും ഒക്കെ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുമല്ലോ. അങ്ങനെ അതാ മൊത്തത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം സാധനങ്ങളൊക്കെ ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു ട്രേയിൽ ചുക്ക്, പിന്നെ വൻപയറൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ഒരു ബോക്സിൽ നറുനണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ശർക്കരയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് ചില്ലറിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ. പെട്ടെന്ന് എടുക്കാത്ത സാധനങ്ങളാണ് ഞാൻ ചില്ലറിൽ വെക്കാറുള്ളത്. പിന്നെ ഈ ഒരു ഫസ്റ്റ് ട്രേയിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഡയറി പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അതായത് പാല്, തൈര്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ട്രേയിലാണ് വെക്കുന്നത്. പിന്നെ ഇത് പുളിയാണ് കേട്ടോ. പിന്നെ ബാക്കി വന്ന കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ട്രേയിൽ തന്നെ വെക്കും. മറ്റു ട്രേയിൽ വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. അതുകൊണ്ട് ഫസ്റ്റ് ട്രേയിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. ഇത് പിന്നെ നമ്മുടെ ഫിഷ് മസാലയാണ് കേട്ടോ. അതും ഒരു ട്രേയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ട്രേയും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ വരുന്ന ഈ ഒരു ബോക്സില്ലേ, അത് കഴുകി അങ്ങനെ നീറ്റാക്കി എടുത്തതാണ്. അപ്പോൾ എല്ലാം ബ്ലാക്ക് കളറിൽ അങ്ങനെ ഇരുന്നോളുമല്ലോ. പിന്നെ ഇതിലിതാ ഒരു വെജിറ്റബിൾ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന തേങ്ങാമുറിയൊക്കെ ഇതുപോലൊരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊടിയും നാരും ഒന്നും നമ്മുടെ ഫ്രിഡ്ജിലേക്ക് ആവില്ല. പിന്നെ കറിവേപ്പിലയാണ് കേട്ടോ ഈ ഒരു ബോക്സിൽ. പിന്നെ ദോശമാവ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയും തക്കാളിയും ഒക്കെയാണ് ഈ ഒരു ട്രേയിൽ വെച്ചിട്ടുള്ളത്. സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വാങ്ങിയതിന് ശേഷം എല്ലാ ട്രേയും ഫില്ലാക്കാമെന്ന് വിചാരിക്കുകയാണ്.
പിന്നെ തക്കാളി നമ്മളിതുപോലെ തുറന്ന് വയ്ക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ബാക്കി വന്ന അപ്പത്തിൻ്റെ മാവാണ് കേട്ടോ ഇത്. അത് നെക്സ്റ്റ് ടൈം നമ്മൾ അപ്പത്തിന് അരയ്ക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. പിന്നെ വെളുത്തുള്ളി, കുഞ്ഞുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇതുപോലെ ഒരു പാർട്ടീഷൻ ഉള്ള കണ്ടെയ്നറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനും വെക്കാനും ഒക്കെ പറ്റും. പിന്നെ ഈ ഒരു വെജിറ്റബിൾ ബോക്സിൽ എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറിൽ വരുന്ന ഈ ഒരു ഭാഗത്താണ് അച്ചാർ, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാറുള്ളത്. പിന്നെ ഈ ഒരു തൂക്കുപാത്രത്തിലുള്ളത് തേങ്ങാവെള്ളം പുളിപ്പിച്ചതാണ് കേട്ടോ, അപ്പത്തിന് ആട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ആ ചെറിയ ട്രേയിൽ ടാങ്ക് പൊടിയും റെഡ് റൈസും വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീസറിൽ ഇപ്പോൾ തൽക്കാലം ഒന്നുമില്ല, ഫിഷും മീറ്റും ഒക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പേസ് ഞാൻ ഒഴിപ്പിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഐസ് ക്യൂബ്സ് മാത്രമേ ഇപ്പോൾ തൽക്കാലം ഉള്ളൂ. പിന്നെ അതാ വീണ്ടും കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതുപോലെ തരംതിരിച്ചിട്ട് കവറുകളിലാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ കവറുകളിലാക്കിയതിന് ശേഷം ഈ ഒരു വെജിറ്റബിൾ ബോക്സിലേക്ക് ഇട്ട് കൊടുത്താൽ അധികം ട്രേകൾ നമുക്ക് ഫില്ലാവാതെ നോക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീനിങ് ഇതാ ഫൈനൽ ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു കോലത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ള കോലത്തിലേക്ക് നോക്കിയപ്പോഴേക്കും എന്തോ ഒരു ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പം നേരെ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓണസദ്യയിലേക്കുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. ആദ്യം ഇഞ്ചി കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് വറുത്തെടുക്കുകയാണ്. ഇഞ്ചി തീരെ മൂത്ത് പോരുത്, ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരുക. ഇഞ്ചി കറിയൊക്കെ ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് വെറും 2 ഇഞ്ചിയാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഈ ഒരു ഓയിലിൽ തന്നെ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതോടി ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അതും കരിഞ്ഞു പോരുത്, ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ തന്നെ വറുത്ത് കോരുക. ഇഞ്ചിക്കറിയൊന്നും ഇവിടെ ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അത് വെറുതെ ഒന്ന് തൊട്ട് കൂട്ടാൻ മാത്രമാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് വളരെ കുറച്ച് എമൗണ്ടിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ ഇഞ്ചിയും കുഞ്ഞുള്ളിയും ഒക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ എല്ലാ കറികളുടെയും റെസിപ്പിയൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഇഞ്ചിയും കുഞ്ഞുള്ളിയും കൂടിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായം, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഇത്രയാണ് ചേർത്തിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് തിളച്ച് വരണം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വറ്റി ഒന്ന് കുറുകി വരുന്ന സമയത്ത് വേണം നമുക്കിത് ഓഫ് ചെയ്യാനായിട്ട്. കാരണം ഇലയിൽ വെച്ച് കഴിഞ്ഞാൽ കറി പോലെ അങ്ങ് ഒഴുകി പോരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ചെറിയൊരു മധുരം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇവിടെ ഇക്കാക്കൊന്നും ആ ഒരു ഇഞ്ചിക്കറിയിൽ മധുരം വരുന്നത് തീരെ ഇഷ്ടമല്ല. പിന്നെ എനിക്കിഷ്ടമായത് ഞാനൊരു അല്പം ചേർത്തതാണ്. അങ്ങനത്തെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് താളിച്ചും കൂടി ഒഴിച്ചാൽ മതി. ഈ ഒരു ഇഞ്ചി കൂട്ടാൻ സദ്യയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. കാരണം നമ്മൾ മധുരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു എഫക്റ്റ് മാറാനായിട്ട് ഇഞ്ചി തൊട്ട് നാക്കിൽ വെച്ചാൽ മതി. നമ്മൾ ഇഞ്ചി വറുത്തെടുത്ത ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഒരല്പം എടുത്തിട്ട് അതിൽ കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരല്പം വറ്റൽമുളകും കൂടിയിട്ട് ഒന്ന് താളിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തീരെ ചെറിയ ബൗളായതുകൊണ്ട് വറ്റൽമുളകൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ കൂടി സാമ്പാർ, പിന്നെ പരിപ്പ് കറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിയൽ റെഡിയാക്കാൻ പോവാണ് കേട്ടോ. ഇപ്രാവശ്യം വൈറ്റ് അവിയലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ മഞ്ഞ കളർ അവിയലിനേക്കാളും ഒരു ചെറിയൊരു ഡിഫറൻസ് കൊണ്ടുവരാമെന്ന് എഴുതിയിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അതിലേക്ക് വാഴയ്ക്ക, കത്തിരിക്ക, പിന്നെ പടവലങ്ങ, മുരിങ്ങക്കോല് ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആദ്യം വലിയ തീയിലും പിന്നെ കുറച്ച് നേരം ചെറിയ തീയിലും ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന അരപ്പാണ് കേട്ടോ ഒരു വ്യത്യാസം വരുത്തിയത്. സാധാരണ പോലെ തേങ്ങയും ജീരകവും ഒരു പച്ചമുളകും പിന്നെ 2 കുഞ്ഞുള്ളിയും വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും കൂടി ചേർത്ത് അരച്ചെടുത്ത അരപ്പാണ്. അപ്പോൾ അതിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ പിന്നെ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് പിന്നീട് ചേർക്കുന്നില്ല. ഏറ്റവും ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അങ്ങനെ ഇതാ അവിയലും റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ സാധാരണ നമ്മുടെ മഞ്ഞ അവിയലിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കാഷ്യൂ നട്ടൊക്കെ ചേർന്ന അവിയലിന്.
പിന്നെ അടപ്പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചപ്പോഴാണ് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എനിക്ക് അടപ്പായസവും പിന്നെ ചിപ്സും ശർക്കര ഉപ്പേരിയൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. പഴവും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഇനിയിപ്പം അടപ്പായസം റെഡിയാക്കണ്ടെന്ന് കരുതി ആ ഒരു തേങ്ങാപ്പാൽ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓലനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ്. ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഓണം. ഇനിയിപ്പം രസം മാത്രമേ റെഡിയാക്കാനുള്ളൂ. അപ്പോൾ രസത്തിൻ്റെ വീഡിയോ ഞാൻ ഇൻഷാല്ല ഇനിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു രസത്തിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയി. അപ്പോൾ അത് ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി. ബാക്കി കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. റൈസും റെഡിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഓണസദ്യ കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനൊരു സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിളമ്പുന്ന പരിപാടി ഞാൻ ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടത് ഇപ്രാവശ്യം ഡൈനിങ് ടേബിളിൽ തന്നെ ഇരിക്കാമെന്ന് കരുതി കേട്ടോ. എല്ലാവരും നല്ല ടയേർഡാണ്. നിലത്ത് അങ്ങനെ ഇരുന്ന് ചമ്രം പടിഞ്ഞിരുന്ന കഴിക്കത്തൊക്കെ ഒരു മൂഡില്ലായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഡൈനിങ് ടേബിളിലാക്കിയതാണ്. ബീട്രൂട്ട് പച്ചടി, ഓലൻ അച്ചാറ്, പിന്നെ ക്യാബേജ് ഉപ്പേരി, പിന്നെ കുറുക്ക് കാളൻ, പിന്നെ മത്തൻ എരിശ്ശേരി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിച്ചു കേട്ടോ. ഓണത്തിന് സദ്യ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓണക്കളികളോ ഓണപ്പൂക്കളോ ഒന്നുമില്ല. അപ്പോൾ സദ്യ അടിച്ചതിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ നമ്മളെല്ലാവരും കൂടി കിടന്നങ്ങ് ഉറങ്ങി. അതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഓണമൊക്കെ എങ്ങനെയായിരുന്നു? അടിച്ചു പൊളിച്ചോ? അപ്പോൾ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണവും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും വയനാട് എന്ന ദുഃഖം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ ഒരു ഒതുങ്ങിയ ഓണമാണ് ഇപ്രാവശ്യത്തേന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓണത്തെക്കുറിച്ചൊക്കെ പറയണേ. അങ്ങനെ സദ്യ വിളമ്പലിതാ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പരിപ്പ് കറിയാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിന് മുകളിലേക്ക് നെയ്യ് ഒഴിക്കണം. അപ്പോൾ നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ട് മോള് കിച്ചണിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ ഇക്കഥ പായസം ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ വെള്ളപ്പായസം നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്രാവശ്യം ഞാനൊരു പൊടിക്കൈ കൂടെ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പശുമ്പാൽ വെച്ചിട്ടാണല്ലോ പാൽപ്പായസം റെഡിയാക്കണം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്തിട്ടാണ് പാൽപ്പായസം റെഡിയാക്കിയത്. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടിയതുപോലെ തോന്നി. അങ്ങനെ സദ്യ കഴിക്കലൊക്കെ ഗംഭീരമായിട്ട് തന്നെ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാർട്ടാണ് കേട്ടോ എനിക്ക് ഓണസദ്യയിൽ ഏറ്റവും പ്രിയപ്പെട്ടത്. ആ ഒരു അടപ്പായസത്തിൽ പഴം കുഴച്ചിട്ട് കഴിക്കുന്ന ആ ഒരു സംഭവം. ചിലരാണെങ്കിൽ പഴം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഞാൻ പഴത്തിനോടൊപ്പം ആ ഒരു പപ്പടവും കൂടി മിക്സ് ചെയ്യും കേട്ടോ. എനിക്ക് ആ ഒരു പായസത്തിൻ്റെ മധുരവും മുന്തിരിയുടെ ഒക്കെ പുളിയും പപ്പടത്തിൻ്റെ ഉപ്പും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് കുറേ കൂടി ടേസ്റ്റായിട്ട് തോന്നാറുള്ളത്. അപ്പോൾ ഞാൻ അടപ്പായസം കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും ഇക്കഥ പാൽപ്പായസത്തിലോട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾ ആ സമയവും ചോറ് കഴിക്കുകയാണ് കേട്ടോ. അവർ കഴിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പാൽപ്പായസത്തിൽ ഇപ്രാവശ്യം ബോളിയില്ല, മറ്റേ പൂന്തി ഉണ്ടല്ലോ നമ്മളെ ലഡുവിൻ്റെ പൊടി. അപ്പോൾ അതാണ് കേട്ടോ മിക്സ് ചെയ്ത് കഴിച്ചത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങി. പിന്നെ ആ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റത് വൈകുന്നേരത്തെ ചായയോടി ടൈമിലാണ് കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ചായക്ക് പിന്നെ സ്നാക്സ് ആയിട്ട് ഇന്ന് ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് കൊഴുക്കട്ട റെഡിയാക്കി. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു വീഡിയോയിൽ ഞാൻ മാവ് പൊടിക്കുന്നത് കാണിച്ചില്ലേ, ആ ഒരു മാവ് കൊണ്ട് റെഡിയാക്കിയതാണ് കേട്ടോ ഈ കൊഴുക്കട്ട. പിന്നെ സദ്യയ്ക്ക് വേണ്ടിയിട്ട് ശർക്കര പാവ് കാച്ചിയതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാര്യം എളുപ്പമായി. അതിലേക്ക് തന്നെയാണ് കേട്ടോ എല്ലാം മിക്സ് ചെയ്ത് തുറു റെഡിയാക്കിയത്. പിന്നെ നൈറ്റ് ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു കൊഴുക്കട്ട ഇവിടെ എല്ലാവർക്കും മതിയായി. ഇത് പിന്നെ മോർണിംഗ് ഡ്രിങ്കിന് വേണ്ടിയിട്ട് കറുത്ത മുന്തിരി ഒന്ന് കുതിരാനായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഈ ഒരു ഡ്രിങ്കാണ് നമ്മൾ വെളുപ്പാങ്കാലം വെറും വയറ്റിൽ കുടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉണക്ക മുന്തിരി കൊണ്ടുള്ള ഡ്രിങ്ക് വളരെയധികം ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഉണക്കമുന്തിരി എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ നിലനിർത്താനും പിന്നെ മലബന്ധം ഒഴിവാക്കാനും പിന്നെ അയണും കാൽസ്യം ഒക്കെ ബോഡിക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ തന്നെ കഴിക്കാനും കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് ഇതുപോലെ കുതിർത്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ. ഒരുപാട് കീടനാശിനിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം നല്ല ചൂടുവെള്ളത്തിൽ ഇത് നന്നായിട്ട് കഴുകണം. കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് കുതിരാനായിട്ടിടാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ ഇടുന്നത്, വെളുപ്പിനെ കഴിക്കാൻ വേണ്ടിയിട്ട്. മുതിർന്ന ആളുകൾക്ക് ഏകദേശം ഒരു 15 ഗ്രേപ്സോളം ഇടണം. കുട്ടികൾക്കാണെങ്കിൽ ഒരു 5-6 മതിയാവും. അപ്പോൾ എല്ലാവർക്കും ഒരു 200 ml ഗ്ലാസ് അളവിൽ ഞാൻ വെള്ളം ഇതിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ചെറു ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. ഓവർനൈറ്റ് ഇതൊന്ന് സോക്കായി കഴിഞ്ഞാൽ നമുക്കിത് കുടിക്കാം. അപ്പോൾ അല്ലെങ്കിൽ പകലൊരു 4 മണിക്കൂർ ഇത് കുതിർത്താൽ മതി. രാത്രി കുടിച്ചിട്ട് കിടന്നാലും നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്.
ഏതായാലും ഞാനിതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് ഒന്നും പറഞ്ഞ് തള്ളി മറിക്കുന്നില്ല. നിങ്ങൾ ഏതായാലും ഗൂഗിൾ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇത് പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു അവസ്ഥയിലാണ് ഇത് കുതിർന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. ആ ഒരു മുന്തിരിയുടെ കളറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളം കുടിക്കുകയും ചെയ്യണം, അതേസമയം മുന്തിരി കഴിക്കുകയും ചെയ്യണം കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിലേക്ക് 1/2 ടീസ്പൂൺ തേൻ കൂടി ചേർത്ത് വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസിനും നല്ല സൂപ്പറാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാം ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.